നമ്മൾ ഈ കാണുന്നത് സേനാ വിഭാഗം അവിടേക്ക് ഈ അവരുടെ പാലം നിർമ്മാണത്തിനും അതുപോലെ രക്ഷാപ്രവർത്തനത്തിനും വേണ്ട സാമഗ്രികൾ തുടർച്ചയായി അവിടേക്ക് എത്തിക്കുന്നതിനാണ്. നമ്മൾ ഇന്നലെയൊക്കെ ഈ താഴെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് നമുക്കൊക്കെ നിൽക്കാൻ കഴിയുമായിരുന്നു. ഇന്ന് പൂർണ്ണമായും ഈ രക്ഷാപ്രവർത്തകർക്ക് മാത്രമായി ആ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. മറ്റു വാഹനങ്ങളോ മറ്റാളുകളെയോ ഒന്നും അവിടേക്ക് അനുവദിക്കുന്നില്ല. അപ്പോൾ അത് ഒരു വളരെ ദൗത്യത്തിന് വേണ്ടി പൂർണ്ണമായും ആ പ്രദേശം മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പല കെട്ടിടങ്ങളും യഥാർത്ഥത്തിൽ ദുർബലാവസ്ഥയിലുള്ളവയാണ്. ഈ വെള്ളം കുത്തി ഒഴുകിയ സമയത്ത് അതിന്റെ അടിത്തട്ടിൽ നിന്ന് മണ്ണൊഴുകിയും അതിന് വലിയ ബലക്ഷയം സംഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്തരം കെട്ടിടങ്ങളുടെ ഒന്നും പരിസരത്ത് ആളുകൾ നിൽക്കരുതെന്നും തുടർച്ചയായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമ്മൾ തന്നെ കുറച്ച് ഉയർന്ന ഒരു കെട്ടിടത്തിന്റെ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. സാധാരണ മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് നിൽക്കാൻ കഴിയാത്ത തരത്തിൽ വലിയ പ്രശ്നം ആ മേഖലയിലുണ്ട്. അത് നമ്മൾ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ രണ്ടാമതൊരു പാലം കൂടി നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. കരസേന അതിനുള്ള സജ്ജീകരണങ്ങളും ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ചുരുക്കത്തിൽ വളരെ ഊർജിതമായി ഇപ്പോൾ മഴ വീണ്ടും ശക്തമാകുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. പുറത്തെ കാഴ്ചകൾ മറയ്ക്കുന്ന തരത്തിലേക്ക് മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അത് വലിയ പ്രതിസന്ധി പ്രത്യേകിച്ച് മുണ്ടക്കൈ മേഖലയിൽ അത് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇടിഞ്ഞു നിൽക്കുന്ന ഭാഗത്തേക്ക് വീണ്ടും ദൗത്യവുമായി നമുക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത തരത്തിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ആ മേഖലയിൽ അത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ പോലും അത്തരം വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് യന്ത്രസാമഗ്രികളുടെ സഹായത്തോടെ ദൗത്യം മുന്നേറാൻ കഴിയുമോ, മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന സാധ്യതയാണ് പരിശോധിക്കുന്നത്. ഇപ്പോൾ കരസേന അവരുടെ കൂടുതൽ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ആധുനിക ട്രക്കുകൾ, ഈ ട്രക്ക് അടക്കം ഇവിടേക്ക് വരുന്നുണ്ട് എന്ന വിവരം കൂടി കേട്ടിരുന്നു. അത് എപ്പോഴെത്തുമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് ഇത്തരം മേഖലകളിൽ ആളുകളെ സുരക്ഷിതരായോ ഒക്കെ രക്ഷിക്കുന്നതിന് യുദ്ധകാലത്തും സമാധാന കാലത്തും ഒരുപോലെ ആർമി ഉപയോഗിക്കുന്നതാണ് അത്തരം ട്രക്കുകൾ. അതുകൂടി ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. ഒരു പക്ഷേ ദിവസം ഈ ദൗത്യം നീണ്ടു നിൽക്കുമെന്നതുകൊണ്ട് അത് കുറെ കൂടി സുഗമമാക്കാൻ ഇത്തരം വാഹനങ്ങളുടെ സഹായം ഇവിടെ ഉപകരിച്ചേക്കുമെന്നാണ് കരുതുന്നത്. ഈ ദൗത്യം അതിന്റെ ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. 200-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് റവന്യൂ വകുപ്പ് തന്നെ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. ആ കണക്കിൽ ഈ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഇല്ല എങ്കിൽ പോലും സർക്കാർ അത്തരം ഒരു കണക്ക് നമ്മളുടെ മുന്നിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അത് അപ്ഡേറ്റ് ചെയ്തേക്കാം കണക്കുകൾ. അപ്പോൾ അത്രയും ആളുകളെ കണ്ടെത്തുക, അവരെ ജീവനോടെ ഉണ്ടോ, അവർ മണ്ണിനടിയിലാണോ, അവരെവിടെയെങ്കിലും ചികിത്സയിലോ ഒക്കെ ഉണ്ടോ, അവരെ വിളിച്ചിട്ട് കിട്ടാത്തതാണോ, അത്തരം സംശയങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അവരെ തിരയാനുള്ള വലിയ ദൗത്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാവുന്നത് ആ പുഴയുടെ അക്കരയിലേക്ക് ഒരു JCB കൂടി പോകുന്നതാണ്. അത് മുണ്ടക്കൈ മേഖലയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അത് പോകുന്ന വഴി എന്ന് പറയുന്ന അങ്ങേറ്റം ദുഷ്കരമാണ്. കാരണം അവിടെ കൃത്യമായ റോഡില്ല, ചെളി നിറഞ്ഞ ഭാഗത്തുകൂടിയാണ് അത് നീങ്ങുന്നത്. രണ്ട് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അത് വേണമെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു പാലത്തിന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ദൗത്യ മേഖലയിലേക്ക് അതിനും പോകാം. രണ്ട് തരത്തിലും വഴി ഒരുക്കുന്നതിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അത്തരം യന്ത്രസാമഗ്രികൾ കൂടുതൽ ആ ഭാഗത്തേക്ക് പോകുന്നത് മേളിൽ നടക്കുന്ന ദൗത്യത്തിന് കൂടുതൽ സഹായകമാവുകയും ചെയ്യും. ആ ദൃശ്യങ്ങളിൽ കാണാം, ദൗത്യത്തിനൊക്കെ രാവിലെ പങ്കെടുത്ത ആളുകൾ, കുറെ ആളുകൾ ഇപ്പോൾ തിരികെ അവിടെ നിന്ന് വരുന്നുണ്ട്. അവർക്ക് മനുഷ്യസാധ്യമായത് അവർ ചെയ്യുന്നുണ്ട്. ഇനി മനുഷ്യനും യന്ത്രങ്ങളും കൂടെ ഒരുമിച്ച് അവിടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ യന്ത്രങ്ങളുടെ സഹായം അവിടെ കിട്ടുന്നതിനനുസരിച്ച് ചാലിയാർ മരണമായി ഒഴുകിയ ആ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം നേരത്തെ സൂര്യസജി പറയുകയായിരുന്നു. ഇപ്പോൾ മുണ്ടക്കൈ മേഖലയിൽ നിന്നാണ് മൃതദേഹം അങ്ങോട്ടേക്ക് എത്തിയത്. മുണ്ടക്കൈയിൽ ഇനിയും എത്ര മൃതദേഹങ്ങളുണ്ട് എന്ന കാര്യം അറിയില്ല. പക്ഷേ മൃതദേഹങ്ങളല്ല, ജീവനോടെയുള്ള ആൾക്കാരുണ്ടാവട്ടെ. നമ്മൾ നേരത്തെയൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ, നമ്മൾ അർജുൻ്റെ കാര്യത്തിൽ ആഗ്രഹിച്ചതുപോലെ ജീവനോടെ ഉണ്ടാകട്ടെ കൂടുതൽ ആളുകൾ എന്നാഗ്രഹിക്കാൻ മാത്രമേ ഇപ്പോൾ കഴിയുള്ളൂ. നമ്മൾ നിസ്സഹായരാണ്. മുണ്ടക്കൈയിൽ ഇപ്പോഴും രക്ഷാദൗത്യം മനുഷ്യസാധ്യമായതിൻ്റെ പരമാവധി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം അത്രയും രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴേക്കും സന്നദ്ധ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിയതാണ്. അതിനുശേഷം അതിന് പിന്നാലെ സേനാ വിഭാഗങ്ങളൊക്കെ അങ്ങോട്ടേക്ക് എത്തി. അവിടെ മനുഷ്യന് കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്ത് കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇനി ആവശ്യം യന്ത്ര സംവിധാനങ്ങളാണ്. അതിൻ്റെ ഭാഗമായി ആദ്യം ഒരു ചെറിയ വോൾവോടെ ഹിറ്റാച്ചി അങ്ങോട്ടേക്ക് കടന്നുപോയി, പുഴ കടന്നാണ് പോയത്. അവിടെ നേരത്തെ ശ്രീകാന്ത് പറഞ്ഞിരുന്നു, ആ പുഴ കടന്ന് ഹിറ്റാച്ചി പോയപ്പോൾ തന്നെ രക്ഷാദൗത്യം കുറച്ച് ത്വരിതപ്പെടുന്നുണ്ടായിരുന്നു. കാര്യം ഒരുപാട് വീടുകൾ ഇങ്ങനെ പാതി പൊളിഞ്ഞ മട്ടിലൊക്കെ നിൽക്കുകയാണ്. അതിലൊരു വീട്ടിൽ 3 മൃതദേഹങ്ങൾ ഇരിക്കുന്ന മട്ടിൽ കണ്ടു, എടുക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വീടുകൾ അത്തരത്തിലുണ്ട്. അപ്പോൾ ഈ JCB വരുന്നത്, അപ്പോൾ ഈ JCB കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല, കോൺക്രീറ്റ് കട്ടർ കൂടി വേണം എന്നവർ പറയുന്നുണ്ടായിരുന്നു. അതിനും ഒരു പരിധിവരെ പരിഹാരമാകും ഈ പറഞ്ഞ ഹിറ്റാച്ചിക്ക് പിന്നാലെ മറ്റൊരു JCB കൂടി പുഴ കടന്ന് അങ്ങോട്ടേക്ക് പോയത്. ഈ JCB ഹിറ്റാച്ചി അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ബെയിലി പാലം പൂർത്തിയായാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. പക്ഷേ പുഴയുടെ ആഴം കടന്ന ഒരു ഭാഗത്തുകൂടി അങ്ങോട്ടേക്ക് എത്തുകയാണ്. നേരത്തെ വിജയകുമാർ പറഞ്ഞ ടെട്രാ ട്രക്ക് 4x4, 6x6, 8x8
എന്ന രീതിയിൽ ഓടുന്ന ടെട്രാ ട്രക്ക് കൂടി എത്തുന്നു. ഏത് ദുർഘട സാഹചര്യത്തിലും ഏത് ടെറൈനിൽ കൂടിയും മുന്നോട്ട് പോകാൻ കഴിയുന്ന ടെട്രാ ട്രക്ക് കൂടി എത്തുമ്പോൾ രക്ഷാദൗത്യത്തിന് പ്രേക്ഷകർ കാണുന്നതാണ് ഈ കൊടിയ ദുരന്തത്തിൻ്റെ പ്രഭവ കേന്ദ്രം. ഈ പ്രേക്ഷകർ കാണുന്നതാണ്. നേരത്തെ നമ്മൾ ആകാശ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1860 മീറ്റർ 1085 മീറ്റർ ഏറ്റവും ഉയരത്തിലുള്ള മലയുടെ ടോപ്പ്, അതിന് തൊട്ട് താഴെ, അതിന് അല്പം മാത്രം താഴെ നിന്നാണ് ഈ ഉരുൾ പൊട്ടി ഒലിച്ച് അതിവേഗതയിൽ വന്ന് മുണ്ടക്കൈ എന്ന് പറയുന്ന മുണ്ടക്കൈ എന്ന് പറയുന്ന ഗ്രാമത്തെ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന മേഖലയിലേക്ക് അത് ആദ്യം പതിക്കുകയാണ്. പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കൈയെയും ഏതാണ്ട് മൊത്തത്തിൽ തന്നെ വാഷ്ഡ് ഓഫ് ആക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ വീടുകൾ തകരുകയല്ല, വീടുകൾ ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ പല വീടുകളുടെയും തറ പോലും കാണാനില്ലാത്ത അവസ്ഥയിൽ അത്രയും വീടുകൾ എന്ന് പറഞ്ഞാൽ 500 ചില്ലുവാനും വീടുകളുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. അവിടുത്തെ വാർഡ് മെമ്പർ അടക്കമുള്ള പറയുന്നത് അവിടെ ഇപ്പോൾ പരമാവധി 25 വീടുകളൊക്കെ മാത്രമാണ് ബാക്കി.